നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആഡംബര ക്രൂയിസ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാഴ്ചകളും ആഘോഷങ്ങളും മാത്രമാണ് മനസ്സിലുണ്ടാകുക. എന്നാൽ ഫ്രാൻസിലെ ഒരു ക്രൂയിസ് കപ്പലിൽ യാത്ര ചെയ്തവർക്ക് ലഭിച്ചത് അത്ര സുഖകരമായ അനുഭവമല്ല. ഒരു അപ്രതീക്ഷിത അതിഥി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അതാണ് നോറോ വൈറസ്. എന്താണ് ഈ നോറോ വൈറസ്? എന്തുകൊണ്ടാണ് ഇത് കപ്പലുകളിൽ ഇത്ര വേഗത്തിൽ പടരുന്നത്? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന മറ്റൊരു പേരാണ് ഹാൻഡ വൈറസ് എന്ന് പറയുന്നത്. ഇവ രണ്ടും ഒന്നാണോ, അതോ രണ്ടും രണ്ട് രീതിയിലാണോ പടരുന്നത്? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രാൻസിലെ ആഡംബര കപ്പലിലെ ഭീതിയെക്കുറിച്ചും ഈ വൈറസുകളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യം തന്നെ എന്താണ് നടന്നത് എന്നൊന്ന് നോക്കാം. ഫ്രാൻസിലെ ഒരു പ്രമുഖ ക്രൂയിസ് കപ്പലിൽ വെച്ച് 100 കണക്കിന് യാത്രക്കാർക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി. കടുത്ത വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയായിരുന്നു പ്രധാന ലക്ഷണങ്ങൾ. ആരോഗ്യ വിദഗ്ധർ പരിശോധിച്ചപ്പോഴാണ് ഇതിന് പിന്നിൽ നോറോ വൈറസ് ആണ് എന്ന് സ്ഥിരീകരിച്ചത്. നമുക്ക് ഈ നോറോ വൈറസിനെ സ്റ്റൊമക് ബഗ് അല്ലെങ്കിൽ വിന്റർ വോമിറ്റിംഗ് ബഗ് എന്ന് വിളിക്കാം. ഇത് വളരെ വേഗത്തിൽ പടരുന്ന ഒരു ഹൈലി കണ്ടേജിയസ് വൈറസ് ആണ്. പ്രത്യേകിച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും ഭക്ഷണം ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഈ വില്ലൻ പെട്ടെന്ന് പണി തുടങ്ങും. അതുകൊണ്ടാണ് സ്കൂളുകൾ, നഴ്സിംഗ് ഹോമുകൾ, പ്രധാനമായും ക്രൂയിസ് കപ്പലുകൾ എന്നിവ നോറോ വൈറസിന്റെ ഹോട്ട്സ്പോട്ടുകളായിട്ട് മാറുന്നത്. ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടനെ ഒന്നും ലക്ഷണം കാണിക്കില്ല. ഏകദേശം 12 മുതൽ 48 മണിക്കൂർ വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ലക്ഷണങ്ങൾ വരിവരിയായിട്ട് വരും. ഒന്ന്, പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഛർദി. അടുത്തത് ഡയറിയ, കടുത്ത വയറിളക്കം. സ്റ്റമക് ക്രാംസ്, അതായത് വയറ്റിൽ ശക്തമായ വേദനയും പിടുത്തവും. ഇനി ലോ ഗ്രേഡ് ഫീവർ, നേരിയ പനി. മസിൽ ഏക്ക്, പേശിവേദനയും തളർച്ചയുമാണ്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരീരം വല്ലാതെ ഡീഹൈഡ്രേറ്റ് ആകും എന്നതാണ്. അതായത് എത്ര വെള്ളം കുടിച്ചാലും അത് ശരീരത്തിൽ നിൽക്കാതെ പുറത്തേക്ക് പോകുന്നത് കുട്ടികളിലും പ്രായമായവരിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി പലരും ഈ ഒരു നോറോ വൈറസിനെ ഹാൻഡ വൈറസുമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവ രണ്ടും തീർത്തും വ്യത്യസ്തമാണ്. നമുക്കൊരു പെട്ടെന്നുള്ളൊരു കമ്പാരിസൺ നോക്കാം. ഒന്ന്, പടരുന്ന രീതി, അതായത് ട്രാൻസ്മിഷൻ. നോറോ വൈറസ് ഇത് പ്രധാനമായും പടരുന്നത് ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ്. അതായത് വൈറസ് ബാധിച്ച ഒരാൾ തൊട്ട ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച സാധനങ്ങളിലൂടെയോ മറ്റൊരാളിലേക്ക് എത്തും. ഇതിനെ നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ എന്ന് വിളിക്കും. ഇനി ഹാൻഡ വൈറസ് ആയിക്കോട്ടെ, ഇത് പടരുന്നത് പ്രധാനമായും എലികളിലൂടെയാണ്. എലികളുടെ കാഷ്ടം, മൂത്രം, ഉമിനീർ എന്നിവ ഉണങ്ങി വായുവിൽ കലരുമ്പോൾ അത് ശ്വസിക്കുന്നത് വഴിയാണ് മനുഷ്യരിലേക്ക് ഹാൻഡ വൈറസ് എത്തുന്നത്. ഇതിനെ എയറോസലൈസ്ഡ് ട്രാൻസ്മിഷൻ എന്ന് പറയും. ഇനി രണ്ടാമത് നോക്കുന്നത് ഇത് ബാധിക്കുന്ന അവയവങ്ങളാണ്, ടാർഗറ്റ് ഓർഗൻസ്. അതായത് നോറോ വൈറസ് നമ്മുടെ ദഹന വ്യവസ്ഥയെയാണ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം, ഇതിനെയാണ് ഇത് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയറിളക്കവും ഛർദിയും വരുന്നത്. ഇനി ഹാൻഡ വൈറസ് ആവട്ടെ, ഇത് വളരെ ഗൗരവകരമാണ്. ഇത് നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ഹാൻഡ വൈറസ് പൾമിനറി സിൻഡ്രോം, HPS എന്ന മാരകമായ അവസ്ഥയിലേക്ക് ഇത് നയിക്കാം. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഇനി മൂന്നാമതായിട്ട് മരണനിരക്ക്, ഫെറ്റാലിറ്റി റേറ്റ്. അതായത് നോറോ വൈറസ് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും സാധാരണഗതിയിൽ മാരകമല്ല. കൃത്യമായ വിശ്രമവും വെള്ളവും കുടിച്ചാൽ 2 മുതൽ 3 ദിവസം കൊണ്ട് ഭേദമാകും. എന്നാൽ ഹാൻഡ വൈറസ് അങ്ങനെയല്ല. ഇതിന്റെ മരണനിരക്ക് ഏകദേശം 38% വരെ ആകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ കപ്പലിൽ ഇത് ഇത്ര വേഗം പടർന്നത്? ക്രൂയിസ് കപ്പലുകളിൽ പലപ്പോഴും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഉള്ളത്. ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, സ്വിമ്മിംഗ് പൂളുകൾ ഷെയർ ചെയ്യുന്നു, ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നു. വൈറസ് ബാധിച്ച ഒരാൾ ഒരു ഡോർ ഹാൻഡിലോ അല്ലെങ്കിൽ ഒരു ബഫേ സ്പൂണിലോ ഒക്കെ തൊട്ടാൽ അത് മതി മിനിറ്റുകൾക്കുള്ളിൽ അത് അടുത്ത 100 പേരിലേക്ക് എത്താനായിട്ട്. ഇത് കൂടാതെ നോറോ വൈറസ് വളരെ ഹാർഡിയാണ്. അതായത് സാധാരണ സോപ്പുകൾ കൊണ്ടോ സാനിറ്റൈസർ കൊണ്ടോ ഇതിനെ അത്ര എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയില്ല. അതായത് കൈ കഴുകിയാലോ, സോപ്പിട്ട് കൈ കഴുകിയാലോ, സാനിറ്റൈസ് ചെയ്താലോ ഒന്നും ഇത് പെട്ടെന്ന് പോവില്ല. കടുപ്പമേറിയ ക്ലീനിങ് ഏജന്റുകൾ തന്നെ ഇതിന് ഉപയോഗിക്കണം. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായി ആന്റിബയോട്ടിക്സ് ഇല്ല. ലക്ഷണങ്ങളെ ചികിത്സിക്കുക മാത്രമാണ് ഇതിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് ഹൈഡ്രേഷൻ ഇസ് ദ കീ. ധാരാളം വെള്ളം കുടിക്കുക, ORS സൊല്യൂഷനുകൾ ഉപയോഗിക്കുക. രണ്ടാമത് ഹാൻഡ് വാഷിംഗ്. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റിൽ പോയ ശേഷവും സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കൈ കഴുകുക. ആൽക്കഹോൾ സാനിറ്റൈസേഴ്സ് നോറോ വൈറസിനെതിരെ അത്ര ഫലപ്രദമല്ല എന്ന് ഓർക്കുക. മൂന്നാമതായിട്ട് ഫുഡ് സേഫ്റ്റി. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. കടൽ വിഭവങ്ങൾ, സീ ഫുഡ് നന്നായിട്ട് വേവിച്ച് മാത്രം കഴിക്കുക. നാലാമത് ഐസൊലേഷൻ. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസിലെ കപ്പൽ ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഹെൽത്ത് അതോറിറ്റീസ് നൽകുന്ന വിവരമനുസരിച്ച് യാത്രക്കാരെ നിരീക്ഷണത്തിലാക്കി. ഇതുകൂടാതെ പുതിയ വാക്സിനുകളെ കുറിച്ചുള്ള ഗവേഷണം വേഗത്തിലാക്കിയിട്ടുണ്ട്. എങ്കിലും നിലവിൽ നോറോ വൈറസിന് അംഗീകൃത വാക്സിനുകൾ വിപണിയിൽ ലഭ്യമല്ല എന്നത് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഫ്രാൻസിലെ ഈ നോറോ വൈറസ് ഔട്ട്ബ്രേക്ക് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ശുചിത്വം, ക്ലെൻലിനെസ് തന്നെ ശരണം. ആഡംബര കപ്പലിലായാലും സ്വന്തം വീട്ടിലായാലും ഹാൻഡ് ഹൈജീൻ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.